എല്ലാവർക്കും നമസ്കാരം. കേരള സർവീസ് റൂൾസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 2025 ജൂലൈ വിജ്ഞാനപ്രകാരമുള്ള വകുപ്പ് തല പരീക്ഷകൾ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 ജനുവരിയിൽ നടന്ന കേരള സർവീസ് റൂൾസ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ കണക്റ്റഡ് ഫാക്ട്സുമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ KSR എന്ന് പറയുന്നത് അക്കൗണ്ട് ടെസ്റ്റുകളുടെ കീഴിൽ വരുന്ന ഒരു പേപ്പറാണ്. കേരള സർവീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും പ്രൊമോഷൻ ലഭിക്കുന്നതിന് വേണ്ടി പാസ്സാകേണ്ടതാണ് അക്കൗണ്ട് ടെസ്റ്റ് പരീക്ഷകൾ. KSRമായി ബന്ധപ്പെട്ട് 2 പുസ്തകങ്ങളാണ് നമുക്ക് റെഫർ ചെയ്യാനുള്ളത്. KSR വോളിയം 1 ആൻഡ് വോളിയം 2. KSR വോളിയം 1 ജനറൽ സർവീസ് കണ്ടീഷൻസ് ആൻഡ് ട്രാവലിംഗ് അലവൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. KSR വോളിയം 2 പെൻഷനെ പറ്റി പ്രതിപാദിക്കുന്നു. ഈ 2 പുസ്തകങ്ങളും എക്സാം ഹാളിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നവയാണ്. പുസ്തകം കൊണ്ടുപോകാമെന്ന് പറയുന്നതോടൊപ്പം ഈ KSRൻ്റെ ഓരോ റൂൾസിനെ പറ്റിയിട്ടും നല്ല രീതിയിലുള്ള കോൺസെപ്റ്റ് ക്ലാരിറ്റി നമുക്ക് വേണ്ടത് അത്യാവശ്യമാണ്. ഈ പുസ്തകത്തിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ കിടക്കുന്നത് എന്ന് ധാരാളം മുൻകാല വർഷങ്ങൾ അനലൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പൂർണ്ണമായി കാണാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ചോദ്യങ്ങൾ നോക്കാം. KSR പാർട്ട് 3 ഷാൾ ബി ഡീംഡ് ടു ഹാവ് കെയിം ഇൻ ടു ഫോഴ്സ് ഫ്രം. KSR ഭാഗം 3 ഡാഷ് മുതൽ പ്രാബല്യത്തിൽ വന്നതായി കണക്കാക്കും. അപ്പോൾ KSR പാർട്ട് 3 നിലയിൽ വന്നത് 1 നവംബർ 1956 കേരള പിറവി ദിനത്തിലാണ് KSR പാർട്ട് 3 നിലയിൽ വന്നത് എന്ന് മനസ്സിലാക്കുക. പാർട്ട് 3 പെൻഷനെ പറ്റി പ്രതിപാദിക്കുന്നത്. അതുപോലെ KSR പാർട്ട് 1ഉം 2ഉം നിലയിൽ വന്നത് 3 വർഷത്തിന് ശേഷമാണ്. അതായത് 1 നവംബർ 1959 KSR വോളിയം 1 നിലയിൽ വന്നതെന്ന് മനസ്സിലാക്കുക. വോളിയം 2 നിലയിൽ വന്നത് കേരള പിറവി ദിനത്തിലാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ആൻ ഓഫീസേഴ്സ് ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ഈസ് 30th April 2024. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 23 years ഓഫ് ക്വാളിഫയിങ് സർവീസ്, he was permitted at his request to retire from service on 31st August 2022. What is the pension to which he is eligible for? ഒരു ഉദ്യോഗസ്ഥൻ്റെ വിരമിക്കൽ തീയതി 30/4/2024. 23 വർഷത്തെ യോഗ്യതാ സേവനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം 31/8/2022 സേവനത്തിൽ നിന്ന് വിരമിക്കാൻ അദ്ദേഹത്തിന് അനുമതി ലഭിച്ചു. അദ്ദേഹത്തിന് അർഹതയുള്ള പെൻഷൻ ഏതാണ്? അപ്പോൾ ഇത് സ്വമേധയാ വിരമിക്കുന്നവർക്കുള്ള പെൻഷൻ ഏതാണ് എന്നതാണ് ചോദ്യം. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, റിട്ടയറിംഗ് പെൻഷൻ. അതായത് VRS ഒക്കെ എടുക്കുകയാണെങ്കിൽ, വോളണ്ടറി റിട്ടയർമെൻറ്റ് സർവീസ് എടുക്കുകയാണെങ്കിൽ 20 വർഷത്തെ സേവനം മിനിമം അത്യാവശ്യമാണ് എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ VRS ഒക്കെ എടുത്തവർക്കുള്ള പെൻഷനാണ് ഈ റിട്ടയറിംഗ് പെൻഷൻ എന്ന് പറയുന്നത്. നമുക്ക് മറ്റ് ഓപ്ഷൻസ് നോക്കാം. സൂപ്പർ ആനുവേഷൻ പെൻഷൻ, അതായത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ നോർമൽ രീതിയിൽ ഏജ് ആകുമ്പോൾ, റിട്ടയർ ആകുമ്പോൾ ലഭിക്കുന്ന പെൻഷനാണ് സൂപ്പർ ആനുവേഷൻ പെൻഷൻ. അതായത് 2013 മുമ്പ് സേവനത്തിൽ പ്രവേശിച്ചവരുടെ റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറയുന്നത് 56 വയസ്സാണ്. 2013 ശേഷം സർവീസിൽ പ്രവേശിച്ചവരുടെ റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറയുന്നത് 60 വയസ്സാണ്. അപ്പോൾ ഒരാൾ അദ്ദേഹത്തിൻ്റെ സേവനത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ട് എന്നാണോ 60 വയസ്സ് പൂർത്തിയാകുന്നത്, അപ്പോൾ അദ്ദേഹത്തിന് സേവനത്തിൽ നിന്ന് വിരമിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ലഭിക്കുന്ന നോർമൽ പെൻഷനാണ് സൂപ്പർ ആനുവേഷൻ പെൻഷൻ എന്ന് പറയുന്നത്. ഇനി കോമ്പൻസേഷൻ പെൻഷൻ, അതായത് നഷ്ടപരിഹാര പെൻഷൻ. അതായത് ഒരു സ്ഥിരം തസ്തിക നിർത്തലാക്കിയാൽ പിരിച്ചുവിടാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിക്ക് ലഭിക്കുന്ന പെൻഷനാണ് കോമ്പൻസേഷൻ പെൻഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻവാലിഡ് പെൻഷൻ. അതായത് ശാരീരിക അവശതകൾ കാരണം ഒരു ജീവനക്കാരന് കാര്യക്ഷമമായി ജോലികൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന പെൻഷനാണ് ഇൻവാലിഡ് പെൻഷൻ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പെൻഷൻ പ്രധാനമായിട്ടും 4 തരത്തിലാണ് ഉള്ളതെന്ന കാര്യം മനസ്സിലാക്കുക. KSR വോളിയം 2 പെൻഷനെ പറ്റി പ്രതിപാദിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. അതോറിറ്റി ഹു പെർമിറ്റ്സ് ദ വോളണ്ടറി റിട്ടയർമെൻറ്റ് ഓഫ് ആൻ ഓഫീസർ ഈസ്. ഒരു ഉദ്യോഗസ്ഥൻ്റെ സ്വമേധയാ വിരമിക്കൽ അനുവദിക്കുന്ന അതോറിറ്റി. ആൻസർ ഗവൺമെൻറ്. അതായത് VRS ഒക്കെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള അനുമതി നൽകുന്നത് ഗവൺമെൻറ് ആണ് എന്ന് മനസ്സിലാക്കുക. 20 വർഷത്തെ സേവനം പൂർത്തിയാക്കിയാൽ മാത്രമാണ് VRSന് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ജീവനക്കാരന് സാധിക്കുകയുള്ളൂ. A government servant retired on superannuation on 31st December 2022. He has a total service of 30 years, of which the first 10 years of part-time contingent service. What is his qualifying service for pension?
ഒരു ഗവൺമെൻറ് ജീവനക്കാരൻ 31/12/2022 സൂപ്പർ ആനുവേഷനിൽ വിരമിച്ചു. അദ്ദേഹത്തിന് ആകെ 30 വർഷത്തെ സേവനമുണ്ട്. അതിൽ ആദ്യത്തെ 10 വർഷം പാർട്ട് ടൈം കണ്ടിൻജൻറ്റ് സർവീസാണ്. പെൻഷന് യോഗ്യത നേടുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ സേവനം എന്താണ്? ആൻസർ 25 years, 25 വർഷം. An officer with qualifying service 15 years retired from service on 31st December 2022. His average emoluments for pension is rupees 32,000. What is his monthly pension? 15 വർഷം യോഗ്യതയുള്ള ഒരു ഉദ്യോഗസ്ഥൻ 31/12/2022 സർവീസിൽ നിന്ന് വിരമിച്ചു. പെൻഷനുള്ള അദ്ദേഹത്തിൻ്റെ ശരാശരി ശമ്പളം 32,000 രൂപയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിമാസ പെൻഷൻ എത്രയാണ്? അപ്പോൾ പെൻഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ പെൻഷൻ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് ക്വാളിഫയിങ് സർവീസ് ബൈ 2 ഇൻറ്റു ആവറേജ് എമോലുമെൻറ്റ്സ് ബൈ 30. ഇങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് പെൻഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ക്വാളിഫയിങ് സർവീസായിട്ട് അവർ തന്നിട്ടുള്ളത് 15 വർഷമാണ്. അതുപോലെ ആവറേജ് എമോലുമെൻറ്റ്സ് ആയിട്ട് തന്നിട്ടുള്ളത് 32,000 ആണ്. അപ്പോൾ ഇത് നമ്മൾ വെട്ടിക്കളയുകയാണെങ്കിൽ നമുക്ക് ആൻസറായിട്ട് ലഭിക്കുന്നത് 8,000 രൂപ എന്ന് കിട്ടും. പക്ഷേ 11ാമത്തെ പേ റിവിഷൻ പ്രകാരം ഒരു വ്യക്തിക്ക് മിനിമം 11,500 രൂപ പെൻഷൻ ഉറപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 11,500 രൂപ. ഒരിക്കലും 8,000 എഴുതരുത്. 8,000 എന്ന് പറയുന്നത് പെൻഷനാണെങ്കിൽ പോലും മിനിമം 11,500 രൂപ ഓരോ വ്യക്തിക്കും പെൻഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണെന്ന് മനസ്സിലാക്കുക. What is the form in which application for nomination for payment of arrears of pension is to be submitted? പെൻഷൻ കുടിശ്ശിക അടയ്ക്കുന്നതിനുള്ള നാമനിർദ്ദേശത്തിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട ഫോറം ഏതാണ്? അപ്പോൾ പെൻഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണിത്. KSR വോളിയം 2 റെഫർ ചെയ്താൽ നമുക്ക് ആൻസർ എത്താവുന്നതാണ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഫോം നമ്പർ 16 ആണ് പെൻഷൻ കുടിശ്ശിക അടയ്ക്കുന്നതിനുള്ള നാമനിർദ്ദേശത്തിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട ഫോം. Average emoluments for pension is calculated on the basis of the basic pay drawn for the last dash months of service. കഴിഞ്ഞ ഡാഷ് മാസത്തെ സേവനത്തിൽ ലഭിച്ച അടിസ്ഥാന ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പെൻഷനുള്ള ശരാശരി ശമ്പളം കണക്കാക്കുന്നത്. ആൻസർ 10 months of സർവീസ്. അതായത് അവസാനത്തെ 10 മാസത്തെ സർവീസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ശരാശരി ശമ്പളം ഒരു ജീവനക്കാരന് കണക്കാക്കുന്നതെന്ന് മനസ്സിലാക്കുക. The minimum service required for superannuation pension is. സൂപ്പറാനുവേഷൻ പെൻഷന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ സേവനം. അപ്പോൾ ഈ സൂപ്പറാനുവേഷൻ പെൻഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഒരു വ്യക്തി സ്വമേധയാ അദ്ദേഹത്തിന് 56 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ് പൂർത്തിയാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റിട്ടയർ ആകുമ്പോൾ ലഭിക്കുന്ന പെൻഷനാണ് സൂപ്പറാനുവേഷൻ പെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വേണ്ട മിനിമം സേവനം എന്ന് പറയുന്നത് 9 years and 1 day ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. 9 വർഷവും 1 ദിവസവും സേവനം ഉണ്ടെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് സൂപ്പറാനുവേഷൻ പെൻഷൻ ലഭിക്കാനായിട്ട് അർഹതയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ദ മാക്സിമം ലിമിറ്റ് ഓഫ് DCRG ഫ്രം 1st April 2021 ഈസ് rupees 1/4/2021 മുതൽ DCRGയുടെ പരമാവധി പരിധി ഡാഷ് രൂപയാണ്. അതായത് DCRG എന്ന് പറയുന്നത് ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി ആണ്. അപ്പോൾ ഏറ്റവും പുതിയ 11ാമത്തെ പേ റിവിഷൻ പ്രകാരമുള്ള DCRGയുടെ മാക്സിമം ലിമിറ്റ് എത്രയാണ് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി 17 lakhs ആണെന്ന് മനസ്സിലാക്കുക. 17 ലക്ഷമാണ് പരമാവധി DCRG തുകയായിട്ട് ഒരു ജീവനക്കാരന് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. വാട്ട് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് പെൻഷൻ ദാറ്റ് ക്യാൻ ബി കമ്മ്യൂട്ടഡ്? കമ്മ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന പരമാവധി പെൻഷൻ തുക എത്രയാണ്? ഇത് വളരെയധികം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 40% പെൻഷൻ്റെ കമ്മ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന പരമാവധി എമൗണ്ട് എന്ന് മനസ്സിലാക്കുക. ദ പെൻഷൻ സീസസ് ടു ബി പേയബിൾ ഇഫ് ഇറ്റ് റിമൈൻസ് അൺഡ്രോൺ ഫോർ മോർ ദാൻ ഡാഷ് ഇയേഴ്സ്. ഡാഷ് വർഷത്തിൽ കൂടുതൽ പെൻഷൻ പിൻവലിക്കാതെ തുടരുകയാണെങ്കിൽ പെൻഷൻ നൽകുന്നത് നിർത്തലാക്കും. ആൻസർ ഓപ്ഷൻ സി 3 years. Medical examination is not required for commutation of pension in the case of superannuation pension if the application for commutation is made. ഡാഷ് വർഷത്തിനുള്ളിൽ കമ്മ്യൂട്ടേഷനായി അപേക്ഷ നൽകിയാൽ സൂപ്പറാനുവേഷൻ പെൻഷൻ്റെ കാര്യത്തിൽ പെൻഷൻ കമ്മ്യൂട്ടേഷന് വൈദ്യപരിശോധന ആവശ്യമില്ല. ആൻസർ വിത്തിൻ 1 year ഓഫ് ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്.
വിരമിക്കൽ തീയതി മുതൽ 1 വർഷത്തിനുള്ളിൽ. When an employee is allowed to retire from service while in leave not due, the retirement will be effective from. അവധി ലഭിക്കാത്ത സമയത്ത് ഒരു ജീവനക്കാരനെ സർവീസിൽ നിന്ന് വിരമിക്കാൻ അനുവദിക്കുമ്പോൾ വിരമിക്കൽ പ്രാബല്യത്തിൽ വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി, ഡേറ്റ് ഓഫ് കോമൻസെൻസ് ഓഫ് ലീവ്. അവധി ആരംഭിക്കുന്ന തീയതി മുതൽ. അപ്പോൾ ഈ ലീവ് നോട്ട് ഡ്യൂ എന്ന് പറയുന്നത് ഒരു തരം അവധിയാണ്. ഒരാളുടെ ക്രെഡിറ്റിലെ ലീവുകളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് മുൻകൂറായി അനുവദിക്കുന്ന ഹാഫ് പേ ലീവാണ് ലീവ് നോട്ട് ഡ്യൂ എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് പരമാവധി 90 LND ആണ് അനുവദിക്കുന്നത്. ഒരു സേവനകാലത്തിലുടനീളം അദ്ദേഹത്തിന് ലഭിക്കാവുന്ന പരമാവധി LND 360 ആണ് എന്ന് മനസ്സിലാക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിനായി മുൻകാല വർഷ ചോദ്യപേപ്പർ ഉൾപ്പെടുത്തിയൊരു പ്രാക്ടീസ് സെറ്റ് അവൈലബിൾ ആണ്. കേരള സർവീസ് റൂൾസിൻ്റെ 28 സെറ്റ്, അതുപോലെ കേരള ഫിനാൻഷ്യൽ കോഡ്, ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്, കേരള ട്രഷറി കോഡ് തുടങ്ങിയ അക്കൗണ്ട് ടെസ്റ്റുകളുടെയും മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ, കേരള എഡ്യൂക്കേഷൻ ആക്ട്സ് ആൻഡ് റൂൾസ്, സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവൽ എന്നിവയുടെയും അതുപോലെ കേരള PSC നടത്തുന്ന ഏത് വകുപ്പ് തല പരീക്ഷകളുടെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ പ്രാക്ടീസ് സെറ്റ് അവൈലബിൾ ആണ്. എത്രത്തോളം ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ആകും. ധാരാളം ചോദ്യങ്ങൾ മുൻകാല വർഷ ചോദ്യപേപ്പറുകളിൽ നിന്ന് ആവർത്തിച്ച് ചോദിക്കാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ആയിട്ട് കോൺടാക്റ്റ് ചെയ്യുക. The minimum qualifying service required for a pensioner for the admissibility of death cum retirement gratuity. ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി ലഭിക്കുന്നതിന് ഒരു പെൻഷൻകാരന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ യോഗ്യതാ സേവനം. ആൻസർ 5 years. 5 വർഷം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പെൻഷൻകാരന് ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. A pensioner commuted a portion of his pension for the first time after retirement when he is 60 years of age. Commutation factor 9.81. The commuted portion of pension will be restored after a period of. ഒരു പെൻഷൻകാരൻ തൻ്റെ പെൻഷൻ്റെ ഒരു ഭാഗം റിട്ടയർമെൻറ്റിന് ശേഷം ആദ്യമായി കമ്മ്യൂട്ട് ചെയ്തു. അയാൾക്ക് 60 വയസ്സ് പ്രായമാകുമ്പോൾ കമ്മ്യൂട്ടേഷൻ ഘടകം 9.81 പെൻഷൻ്റെ കമ്മ്യൂട്ടഡ് ഭാഗം ഡാഷ് വർഷത്തിനു ശേഷം പുനഃസ്ഥാപിക്കപ്പെടും. ആൻസർ 10 years, 10 വർഷം. The fraction of less than a half year will be rounded to the next completed year for the calculation of qualifying service for. ഡാഷ് യോഗ്യതാ സേവനത്തിൻ്റെ കണക്കുകൂട്ടലിനായി അരവർഷത്തിൽ താഴെയുള്ള ഭാഗം അടുത്ത പൂർത്തിയായ വർഷത്തിലേക്ക് റൗണ്ട് ചെയ്യും. ആൻസർ both A and B. That means maximum service for pension and minimum service for pension. പെൻഷനുള്ള പരമാവധി സേവനവും പെൻഷനുള്ള ഏറ്റവും കുറഞ്ഞ സേവനവും. Who is authorized to issue pension payment order? പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ നൽകാൻ ആർക്കാണ് അധികാരമുള്ളത്? ആൻസർ അക്കൗണ്ടൻറ്റ് ജനറൽ. അക്കൗണ്ടൻറ്റ് ജനറലിനാണ് പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ നൽകാനായിട്ട് അധികാരമുള്ളത്. For computation of DCRG, 32 years and 1 day would be recognized as. DCRG കണക്കാക്കുമ്പോൾ 32 വർഷവും 1 ദിവസവും ഡാഷായി കണക്കാക്കും. ആൻസർ 33 years, 33 വർഷം. അപ്പോൾ DCRG കമ്പ്യൂട്ട് ചെയ്യാനായിട്ടുള്ള പരമാവധി യോഗ്യതാ സേവനം എന്ന് പറയുന്നത് 33 വർഷമാണ് എന്ന കാര്യം മനസ്സിലാക്കുക. അതായത് 33 വർഷത്തിൽ കൂടുതൽ ഒരാൾക്ക് എത്ര സേവനകാലം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് 33 വർഷമാണ് DCRG കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പ്രയോജനപ്പെടുത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. ടെർമിനൽ സറണ്ടർ ഓഫ് ഏൺ ലീവ് ഈസ് ഇൻഅഡ്മിസിബിൾ ഫോർ. ഡാഷിന് ആർജിത അവധിയുടെ ടെർമിനൽ സറണ്ടർ അനുവദനീയമല്ല. ആൻസർ ഓപ്ഷൻ എ, റിസഗ്നേഷൻ. രാജിവെക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് ടെർമിനൽ സറണ്ടർ ഓഫ് ഏൺ ലീവിന് അർഹതയില്ല എന്ന് മനസ്സിലാക്കുക. പരമാവധി 300 ഏൺ ലീവാണ് ഒരു ജീവനക്കാരനെ ടെർമിനൽ സറണ്ടർ ഓഫ് ഏൺ ലീവിനായിട്ട് പരിഗണിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എ റിട്ടയർഡ് ഗവൺമെൻറ് എംപ്ലോയി ഡൈഡ് ഓൺ 16th January 2023. ഹിസ് ഫാമിലി വിൽ ഗെറ്റ് ഫാമിലി പെൻഷൻ ഫ്രം. വിരമിച്ച ഒരു സർക്കാർ ജീവനക്കാരൻ 16/1/2023 മരിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എന്നു മുതലാണ് കുടുംബ പെൻഷൻ ലഭിക്കുന്നത്? അപ്പോൾ ഈ ഫാമിലി പെൻഷൻ ലഭിക്കുന്നത് ഒരു റിട്ടയർ ആയിട്ടുള്ള എംപ്ലോയി എന്നാണോ മരിക്കുന്നത് അതിൻ്റെ അടുത്ത മാസത്തിലെ ആദ്യ ദിവസം മുതലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഫാമിലി പെൻഷൻ ലഭിക്കുക.
അപ്പോൾ ഇദ്ദേഹം ഇവിടെ മരിച്ചിട്ടുള്ളത് 16th January 2023 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത മാസം February 1 തീയതി മുതലാണ് ഫാമിലി പെൻഷൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ലഭിക്കുന്നത്. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1st February 2023. From the given details, find the death cum retirement gratuity admissible to a head clerk who retired from service on 30th April 2022. Qualifying service 16 years, last paid on 46,700, DA admissible 7% എന്ന് തന്നിട്ടുണ്ട്. അതായത് താഴെ തന്നിരിക്കുന്ന വിശദാംശങ്ങളിൽ നിന്ന് 30/4/2022 സർവീസിൽ നിന്ന് വിരമിച്ച ഒരു ഹെഡ് ക്ലർക്കിനെ അനുവദനീയമായ DCRG കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ DCRG കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ലാസ്റ്റ് പേ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ക്വാളിഫയിങ് സർവീസ് ആണ്. അങ്ങനെയാണ് നമുക്ക് DCRG കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക. ഇവിടെ ലാസ്റ്റ് പേ തന്നിട്ടുണ്ട് 46,700 എന്ന്. അതിനോടൊപ്പം അതിന് DA ആഡ് ചെയ്യുക. അതായത് 1.07 ഇൻറ്റു 46,700 ഡിവൈഡ് ബൈ 2 ചെയ്യുക ഇൻറ്റു ക്വാളിഫയിങ് സർവീസ് ആയിട്ടുള്ളത് 16 years ആണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് ലഭിക്കുന്നത് ഓപ്ഷൻ എ ആണ്, 399,752 എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ക്വാളിഫയിങ് സർവീസ് അതുപോലെ തന്നെ DCRG കണ്ടുപിടിക്കാനായിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ KSRന്റെ പരീക്ഷയ്ക്ക് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കൂടുതൽ ചോദ്യങ്ങൾ മുൻകാല വർഷ ചോദ്യപേപ്പർ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ DCRG കണ്ടുപിടിക്കുമ്പോൾ 17 ലക്ഷത്തിന് മേലെ എന്ത് തുക ലഭിച്ചാലും ആൻസർ 17 lakhs ആയിട്ട് എഴുതുക. അതായത് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ആൻസർ ഇപ്പോൾ 20 lakhs ആണ് കിട്ടിയിരുന്നെങ്കിൽ ഓപ്ഷനിൽ 17 lakhs ഉണ്ടായിരുന്നുവെങ്കിൽ 17 lakhs ആണ് ആൻസർ. ഫ്യൂച്ചർ ഗുഡ് കണ്ടക്ട് ഷാൾ ബി ഇംപ്ലൈഡ് കണ്ടീഷൻ ഓഫ് എവറി ഗ്രാൻഡ് ഓഫ് പെൻഷൻ. കോട്ട് ദ റൂൾ. ഭാവിയിൽ നല്ല പെരുമാറ്റം ഓരോ പെൻഷൻ ഗ്രാൻഡിനും ഒരു വ്യവസ്ഥയിലായിരിക്കണം എന്ന നിയമം ഉദ്ധരിക്കുന്നത് ഡാഷിലാണ്. അപ്പോൾ ഇത് പുസ്തകം നോക്കി എഴുതാവുന്ന ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസും നിങ്ങൾ KSRലെ പുസ്തകം നോക്കിയിട്ട് റെഫർ ചെയ്യുക. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. റൂൾ 2 KSR പാർട്ട് 3യിലാണ് ഫ്യൂച്ചർ ഗുഡ് കണ്ടക്ട് ഷാൾ ബി ഇംപ്ലൈഡ് കണ്ടീഷൻ ഓഫ് എവറി ഗ്രാൻഡ് ഓഫ് പെൻഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നതെന്ന് മനസ്സിലാക്കുക. The liabilities of an employee should be quantified and intimated to him before retirement if possible or after retirement within a period of. ഒരു ജീവനക്കാരൻ്റെ ബാധ്യതകൾ കണക്കാക്കി വിരമിക്കുന്നതിന് മുമ്പ് കഴിയുമെങ്കിൽ അല്ലെങ്കിൽ വിരമിച്ചതിന് ശേഷം ഡാഷ് കാലയളവിനുള്ളിൽ അറിയിക്കണം. ആൻസർ 3 years, 3 വർഷം. If the withhold increment could not be given effect to before the retirement, the monetary value equivalent to the amount of increment may be recovered from the dash of the employee. വിരമിക്കുന്നതിന് മുമ്പ് തടഞ്ഞു വെച്ച ഇൻക്രിമെൻ്റ് പ്രാബല്യത്തിൽ വരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇൻക്രിമെൻറ്റിൻ്റെ തുകയ്ക്ക് തുല്യമായ പണമൂല്യം ജീവനക്കാരൻ്റെ ഡാഷിൽ നിന്ന് വീണ്ടെടുക്കാവുന്നതാണ്. ആൻസർ DCRG. Allowances granted in deserving cases to an employee dismissed for misconduct. മോശം പെരുമാറ്റത്തിന് പിരിച്ചുവിട്ട ഒരു ജീവനക്കാരന് അർഹമായ കേസുകളിൽ അനുവദിക്കുന്ന അലവൻസ്. ആൻസർ ഓപ്ഷൻ ഡി, കോമ്പാഷനേറ്റ് അലവൻസ്. അപ്പോൾ ഇത്രയാണ് 2025 ജനുവരിയിൽ ചോദിച്ച KSRയുമായി ബന്ധപ്പെട്ട പാർട്ട് 1 വീഡിയോ. ഇതിൽ ധാരാളം ചോദ്യങ്ങൾ മുൻകാല വർഷങ്ങളിൽ നിന്ന് ആവർത്തിച്ച് വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ധാരാളം ചോദ്യങ്ങൾ കൂട്ടുകാർ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ പ്രോബ്ലംസ് എല്ലാം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തെല്ലാം കൂടുതൽ ചോദ്യങ്ങൾ വെച്ച് കൂട്ടുകാർ പ്രാക്ടീസ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സിൽ പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.